എൻ്റെ പേര് മുജീബ് റഹ്മാൻ, പത്തിരിയായിൽ നിന്ന് വരുന്നു. BEd സ്റ്റുഡൻ്റാണ്. എൻ്റെ ചോദ്യം, പല ദാർശനികന്മാരും സമൂഹ സമുദ്ധാരണത്തിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ അവിവാഹിത ജീവിതത്തിന് നായകത്വം നൽകിയവരാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 വിവാഹത്തിനായി സമയം ചെലവഴിച്ചത് സ്ത്രീലമ്പടനായിരുന്നു എന്നതിൻ്റെ തെളിവല്ലേ? പല സാമുദായിക നേതാക്കന്മാരും സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി ഏറെ സമയം ചെലവഴിച്ച ആളുകളാണ്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 11 വിവാഹങ്ങൾ ചെയ്തു എന്നത് അദ്ദേഹം സ്ത്രീലമ്പടനാണ് എന്നതിനുള്ള തെളിവല്ലേ എന്ന് ഒറ്റ വാക്കിലെ ഉത്തരവാണെങ്കിൽ അല്ല എന്നാണ് ഉത്തരം. നിങ്ങൾ ആലോചിച്ചു നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാമൂഹിക സംസ്കരണത്തിന്റെ വേദിയിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ 40ാമത്തെ വയസ്സിലാണ്. 23 വയസ്സുവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നത്. 40 മുതൽ 23 വർഷക്കാലം 63ാമത്തെ വയസ്സുവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നത്. തന്റെ പ്രവാചകത്വ ലബ്ധി മുതൽ 63 വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന കാലം വരെ ഉള്ള 23 വർഷക്കാലം, ആ 23 വർഷക്കാലത്തിനിടക്കാണ് അദ്ദേഹം നയിച്ച സാംസ്കാരിക സാമൂഹിക വിപ്ലവങ്ങളെല്ലാം നടന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആധുനിക കാലഘട്ടത്തിൽ പ്രവാചകന്റെ കാലശേഷം ഏകദേശം 14 നൂറ്റാണ്ടുകൾക്കധികം 14.5 നൂറ്റാണ്ടോളം കഴിഞ്ഞു. ഈ ആധുനിക കാലഘട്ടത്തിൽ 20 വർഷങ്ങൾക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ, നിങ്ങൾ ഏറെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, ലോക ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച 100 പേരെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥം മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ പുറത്തിറക്കി. മൈക്കൽ എച്ച് ഹാർട്ട് ഒരു മുസ്ലിം അല്ല, മുസ്ലിം പക്ഷപാതിയുമല്ല. മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ ലോക ചരിത്രത്തെ സ്വാധീനിച്ച 100 പേരെക്കുറിച്ചൊരു ഗ്രന്ഥം പുറത്തിറക്കി. ദ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ദ ഹിസ്റ്ററി എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിൽ ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയൊടുക്കുകയും ഏറ്റവും അടിസ്ഥാനപരമായ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് നമ്മൾ പറയാറുള്ള ത്രിമൂല ആഗ്രത്തിൽ ഉള്ള ചലനവും വിപ്ലവവും സാധിച്ച ഒന്നാമത്തെയാൾ, ചരിത്ര കാലഘട്ടത്തിൽ ജീവിച്ച ഒന്നാമത്തെയാൾ ആയി അദ്ദേഹം പേര് കൊടുത്തിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചയാൾ, ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റി ഗതിയെ തന്നെ തിരിച്ചുവിട്ടയാൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഹമ്മദ് നബിക്ക് ഈ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തലം വെച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ വീക്ഷണം വെച്ചുകൊണ്ട്. പക്ഷേ താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു സാംസ്കാരികമായ വിപ്ലവം, ഒരു മഹാവിപ്ലവം സൃഷ്ടിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലഘട്ടത്തിലെ ജീവിതം കൊണ്ട് സാധിച്ചു എന്ന കാര്യത്തിൽ ചരിത്രം അറിയുന്ന ആളുകൾ ഒന്നും തന്നെ ഒരിക്കലും തർക്കിക്കുവാനിടയില്ല. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 11 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ 25ാമത്തെ വയസ്സിൽ ആണ് അദ്ദേഹത്തിന് 1ാമത്തെ വിവാഹം നടക്കുന്നത്. 25ാമത്തെ വയസ്സിൽ അദ്ദേഹം കഴിക്കുന്ന വിവാഹമാകട്ടെ 40 വയസ്സുള്ള ഒരു വിധവയെയാണ് വിവാഹം ചെയ്യുന്നത്. ഒരു വിധവയെ, ഒന്നിലധികം കുട്ടികളുള്ള, ആദ്യത്തെ വിവാഹത്തിൽ മക്കളുള്ള ഒരു വിധവയെ ശ്രീലമ്പടനായ ഒരു യുവാവിന്റെ പ്രവർത്തനമായി ഏത് ശതമാനം, ഏത് തലത്തിലുള്ള ഒരു അപഗ്രഥന കർത്താവിനാണ് ഈ പ്രവർത്തനത്തെ വിലയിരുത്താൻ കഴിയുക എന്ന് ഒന്നാമതായി നമ്മൾ ആലോചിക്കുക. 25 വയസ്സുള്ള വൈവാഹിക ജീവിതത്തിന്റെ, ലൈംഗിക ജീവിതത്തിന്റെ ആസ്വാദനത്തിന്റെ ഏറ്റവും മൂർത്തിമത് ഭാവമെന്ന് ഏത് ലൈംഗിക ശാസ്ത്രജ്ഞനും, ഏത് മനഃശാസ്ത്രജ്ഞനും, ഏത് ശാരീരിക ശാസ്ത്രജ്ഞനും പറയുന്ന ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ അദ്ദേഹം ആദ്യമായി വിവാഹം കഴിക്കുന്നത് മക്കളുള്ള ഒരു വിധവയെ. എന്നിട്ട് ആ വൈവാഹിക ജീവിതം 25ാമത്തെ വയസ്സ് മുതൽ 50ാമത്തെ വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന ജീവിതം, അവരുടെ മരണത്തിന് ശേഷം അഥവാ 50 വയസ്സിന് ശേഷം വാർദ്ധക്യത്തിൽ എത്തിയെന്ന് നമ്മൾ പറയുന്ന കാലഘട്ടമായതിനു ശേഷം ആ ആദ്യത്തെ ഭാര്യ, അദ്ദേഹം ആദ്യമായി വിവാഹം കഴിച്ച ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മറ്റു വിവാഹങ്ങളെല്ലാം നടക്കുന്നത്. നമ്മൾ ആലോചിക്കണം,
ഒന്നാമതായി സ്ത്രീലമ്പടത്വമാണ് ഇവിടെ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. 25-ാമത്തെ വയസ്സിൽ പ്രവാചകന്റെ വ്യക്തിത്വത്തെ പരിശോധിക്കുന്ന ആർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബി ജീവിച്ചിരുന്ന സമൂഹത്തെ പരിശോധിക്കുന്ന ആർക്കും അറിയാം. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനനുസൃതമായി ശ്രീലമ്പടനായിരുന്നു അദ്ദേഹമെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ടാൽ ഏത് സ്ത്രീയെയും വിവാഹം ചെയ്തു കൊടുക്കുവാൻ സന്നദ്ധരായിരുന്നു ആ സമൂഹം എന്നുള്ള സത്യം ഒന്ന്. രണ്ടാമതായി ആ സമൂഹത്തിൽ പ്രവാചകൻ പല കാര്യങ്ങളിലും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, പല കാര്യങ്ങളിലും. പക്ഷെ അദ്ദേഹത്തിന്റെ ബഹുഭാര്യത്വം ഒരു തലത്തിലും ആ സമൂഹത്തിന്റെ വിമർശനത്തിന് വിധേയമാക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ആ സമൂഹം ബഹുഭാര്യത്വം എണ്ണമില്ലാത്ത രൂപത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ജീവിച്ച വ്യക്തി. അന്ന് ഈ 25 മുതൽ 50 വരെ വയസ്സ് കാലഘട്ടത്തിൽ ഒരു ലൈംഗികാഭാസകനായിരുന്നുവെങ്കിൽ, ശ്രീലമ്പടനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാൻ അവസരമുണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കുന്നതും സമൂഹത്തിന്റെ അനിഷ്ടത്തിന് പാത്രമാകുന്നതും ആദ്യ വിവാഹത്തിന് ശേഷം 15 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൂടി നാം മനസ്സിലാക്കണം. ഈ 15 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ അന്നത്തെ സമൂഹത്തിൽ ആദ്യ ഭാര്യ അനുവദിക്കാത്ത ഒരവസ്ഥാവിശേഷം നിലവിലും ഉണ്ടായിരുന്നില്ല. എന്തിന്? മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ സമയത്ത് എത്ര വിവാഹം കഴിക്കുവാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അത്രയും വിവാഹം ചെയ്യുവാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായിരുന്നു. സമൂഹത്തിന്റെ ഒരു വെറുപ്പുണ്ടാകില്ല, കുടുംബത്തിന്റെ ഒരു വെറുപ്പുണ്ടാകില്ല, ആരുടെയും ഒരു വിമർശനവും ഉണ്ടാവില്ല. ശ്രീലമ്പടത്വം എന്ന ആരോപണത്തിന്റെ തലത്തിൽ നിന്ന് കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വിശദീകരിക്കാൻ സാധിക്കുക? പിന്നീട് വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ വിവാഹങ്ങൾ ഉണ്ടായി. ആ വിവാഹങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. ഓരോ വിവാഹങ്ങളും വളരെ വിശദമായി ചർച്ച ചെയ്യുവാൻ നമുക്ക് അവസരമില്ല. പക്ഷേ നിങ്ങൾക്ക് ആ വിഷയത്തിൽ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് ഉപലബ്ധമാണ്, നമ്മുടെ ലൈബ്രറിയിൽ ഉപയോഗപ്പെടുത്തിയാൽ. നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, ഈ 11 വിവാഹങ്ങൾ നടത്തിയിട്ട് ആ വിവാഹങ്ങളിൽ ഒരു സ്ത്രീ ഒഴിച്ച് ബാക്കിയെല്ലാം വിധവകളാണ്. ഒരു സ്ത്രീ മാത്രമാണ് അതിൽ കന്യകയായിട്ടുള്ളത്, ബാക്കിയെല്ലാം വിധവകളാണ്. അതും വളരെ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന സ്ത്രീകൾ. അവരെ വിവാഹം കഴിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്താണ്? അവിടെ ചില പ്രത്യേകമായ സാമൂഹ്യ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നാം മനസ്സിലാക്കണം, പ്രവാചകൻ എക്കാലഘട്ടത്തിലുമുള്ള മനുഷ്യർക്കുള്ള പൂർണ്ണമായ മാതൃകയാണ്. എന്തായിരുന്നു ആ സാമൂഹ്യ സാഹചര്യങ്ങൾ? പെണ്ണിനെ എത്ര വാർദ്ധക്യത്തിലാണെങ്കിലും അവളെ സംരക്ഷിക്കുക എന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ കഴിയുന്നത് ഒരു പുരുഷന് തന്നെയാണ് എന്നുള്ളതാണ് റസൂലുള്ള പഠിപ്പിച്ച ഒന്നാമത്തെ ആശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മതത്തിലേക്ക് കടന്നു വന്നു എന്ന കാരണത്താൽ മാത്രം വൈധവ്യം സ്വീകരിക്കേണ്ടി വന്ന വൃദ്ധകളുണ്ടായിരുന്നു അവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദർശത്തിലേക്ക്, സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യനെന്ന ആദർശത്തിലേക്ക്, സൃഷ്ടിപൂജയെ പൂർണ്ണമായി വെടിഞ്ഞുകൊണ്ടുള്ള ആദർശത്തിലേക്ക് കടന്നു വന്നു എന്ന കാരണത്താൽ മാത്രം വൈധവ്യം അനുഭവിക്കേണ്ടി വന്ന, വിവാഹമോചനം ചെയ്യപ്പെട്ട, വീടുകളിൽ നിന്ന് അടിച്ചു പുറത്തിറക്കപ്പെട്ട വിധവകളുണ്ടായിരുന്നു, വൃദ്ധകളുണ്ടായിരുന്നു അവിടെ. വൃദ്ധകളെ വിവാഹം ചെയ്യാൻ തന്റെ അനുയായികളോട് പറയാൻ എളുപ്പപാട്. പക്ഷെ വിവാഹം എന്നത് സ്വന്തമായി തീരുമാനമെടുക്കേണ്ട കാര്യമാണല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മാതൃകയാകുകയായിരുന്നു. ഒന്നാമതായി അദ്ദേഹം തന്നെ വിവാഹം ചെയ്തുകൊണ്ട്, ഒന്നാമതായി ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹം തന്നെ മാതൃകയായിക്കൊണ്ട് തന്റെ സമുദായത്തിന്, തന്റെ ചുറ്റുപാടുള്ള ആളുകൾക്ക് മാതൃകയായി തീരുന്നത് നമ്മൾ അവിടെ കാണുന്നു. അതേപോലെ തന്നെ ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇസ്ലാം ഒരു രാഷ്ട്രീയ ശക്തിയായി മാറിയപ്പോൾ മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഭരണാധികാരി എന്നുള്ള നിലക്ക് അടുത്തുള്ള ഗോത്രങ്ങളെ, മറ്റ് സമീപ ഗോത്രങ്ങളെ, സമീപ പ്രദേശങ്ങളിലെ ഗോത്രങ്ങളെ, അന്ന് ഗോത്രാധിപത്യപരമായ വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ആ ഗോത്രങ്ങളുമായി സന്ധിയും ആ ഗോത്രങ്ങളുമായി നല്ല ബന്ധവും ഉണ്ടാക്കുവാൻ അക്കാലഘട്ടത്തിൽ സ്വീകരിക്കപ്പെട്ടിരുന്ന ഏറ്റവും നല്ലൊരു മാനദണ്ഡം ആ ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളെ വിവാഹം ചെയ്യുക എന്നത് തന്നെയായിരുന്നു. അതിന് അവർ നൽകിയിരുന്ന വില വളരെ വലുതായിരുന്നു. ആ ഗോത്രങ്ങൾ നൽകിയ വില വളരെ വലുതായിരുന്നു. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലക്ക് അയൽ ഗോത്രവുമായുള്ള ശത്രുത ഒഴിവാക്കുവാൻ വേണ്ടി
അവരുമായി വിനിമയ ബന്ധമുണ്ടാക്കുവാൻ വേണ്ടി, സ്നേഹബന്ധമുണ്ടാക്കുവാൻ വേണ്ടി വിവാഹം ഉപയോഗപ്പെടുത്തപ്പെട്ടിരുന്നു അക്കാലഘട്ടത്തിൽ. ഈ ആവശ്യത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇങ്ങനെയല്ലാതെ സ്ത്രീലമ്പടത്വത്തിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രവാചകന്റെ വൈവാഹികത ഒരു കാരണവശാലും വിവാഹം ബഹുഭാര്യത്വം ഒരിക്കലും നമുക്ക് വിശദീകരിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇതെല്ലാം, ഈ യാഥാർത്ഥ്യമെല്ലാം പറയുമ്പോഴും അടിവരയിട്ടുകൊണ്ട് മനുഷ്യ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഇസ്ലാം വിവാഹത്തെയോ ലൈംഗികതയെയോ ഒരു പാപമായോ വിശുദ്ധ ജീവിതത്തിന് എതിര് നിൽക്കുന്ന ഒരു ജീവിത വൃത്തിയായോ കാണുന്ന യാദർശമല്ല എന്ന വസ്തുതയാണത്. അത് നാം അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. മതമെന്ന് പറയുമ്പോൾ, ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ചില ചിത്രങ്ങളുണ്ട്. ബ്രഹ്മചര്യത്തിന്റെ, സന്യാസത്തിന്റെ, കന്യകാത്വത്തിന്റെ എല്ലാം ചിത്രങ്ങൾ. ഇസ്ലാം അതിന് പൂർണ്ണമായി എതിരാണ്. ലൈംഗികത എന്നത് ഒരു വിശുദ്ധമായ വികാരമാണ് എന്നും പടച്ച തമ്പുരാൻ മനുഷ്യരുടെ ആത്മബന്ധത്തിന്, സ്നേഹ സാക്ഷാത്കാരത്തിന്, പരസ്പരമുള്ള കാരുണ്യത്തിന്, അങ്ങനെ സമൂഹത്തിന്റെ അടിത്തറയുടെ നിലനിൽപ്പിന് അനിവാര്യമായ രൂപത്തിൽ പടച്ചവൻ നൽകിയ ദാനമാണ് ലൈംഗികത എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. ആ ലൈംഗികതയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാമിൽ ഒരിക്കലും ഒരു പാപമല്ല, അത് പുണ്യമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വിവാഹത്തിലൂടെ ഇണകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പുണ്യമാണ് എന്നും പടച്ച തമ്പുരാന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനമാണ് എന്നും പഠിപ്പിച്ച ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുകൂടി നാം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകന്റെ ബഹുഭാര്യത്വത്തെ ഒരിക്കലും തന്നെ ഒരു സ്ത്രീ അഭിനിവേശമായി, ലൈംഗികാഭിനിവേശമായി വ്യാഖ്യാനിക്കുവാൻ എത്ര ശ്രമിച്ചാലും സാധ്യമല്ല. ഒന്ന്. രണ്ടാമത്തേത്, നമ്മൾ ഒരു മതനേതാവ്, ഒരു ആത്മീയ നേതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം ലൈംഗികതയുടെ പൂർണ്ണമായ നിരാസത്തിലൂടെ ഒരു പൂർണ്ണമായ ഭൗതിക ജീവിതത്തിൽ നിന്ന് അകന്നു നിന്ന് ഒരു സന്യാസത്തിന് വിധേയമായ ഒരു ബ്രഹ്മചര്യം സ്വീകരിച്ച അല്ലെങ്കിൽ കന്യകാത്വം സ്വീകരിച്ച ഒരാളാണ് എങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആത്മീയ സങ്കല്പം അതല്ലേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ആത്മീയ സങ്കല്പത്തിലും പ്രവാചകൻ ഒരു പൂർണ്ണ മാതൃകയായി തീരുകയാണ്. ഇനി സുഹൃത്തിന്റെ ചോദ്യത്തിന്റെ കാതലായ കാര്യം, എന്റെ ഉത്തരത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും തമ്മിൽ കൂടിച്ചേരുന്നത് അവിടെയാണ്. സുഹൃത്ത് പറഞ്ഞതുപോലെ മഹാവിപ്ലവം നയിച്ച പ്രവാചകൻ, ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തെ ഒഴുക്കിൽ നിന്ന് ഈ കാലഘട്ടം വരെ അദ്ദേഹത്തെ പോലെ സമൂഹത്തെ സ്വാധീനിച്ച ഒരു വിപ്ലവകാരി ഉണ്ടായിട്ടില്ല എന്ന് ആധുനിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്ന പ്രവാചകൻ, അദ്ദേഹത്തിന്റെ ഈ ബഹുഭാര്യത്വത്തിലും അദ്ദേഹം എത്രത്തോളം വിജയിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയധികം ഭാര്യമാരുണ്ടായിട്ടും ആ ഭാര്യമാരിൽ ആർക്കെങ്കിലും പ്രവാചകന്റെ ഭർത്താവ് എന്നുള്ള നിലക്കുള്ള ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ ഒരു ഇണ എന്നുള്ള നിലക്കുള്ള ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ മക്കൾക്ക് പിതാവ് എന്നുള്ള നിലക്കുള്ള ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ പേരക്കുട്ടികൾക്ക് പ്രപിതാവ് അല്ലെങ്കിൽ വല്ലിപ്പ എന്നുള്ള നിലക്കുള്ള ജീവിതത്തിൽ ഒരു പുഴുക്കുത്തു പോലും, ഒരു വിമർശനം പോലും ഉന്നയിക്കാനുണ്ടായിരുന്നില്ല എന്നിടത്താണ് അടിവര നമ്മൾ ഇടേണ്ടത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത്രയധികം ഭാര്യമാരുണ്ടായിരുന്നിട്ടും ഒരാളോടെങ്കിലും അനീതി പ്രവർത്തിച്ചു എന്ന് ഒരു ഭാര്യക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് പരാതിയുണ്ടായില്ല. അദ്ദേഹത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ പങ്കുവെക്കലിനെ കുറിച്ച് അതൃപ്തികരമായ എന്തെങ്കിലും ഭാര്യമാർ ഉന്നയിച്ചിരുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം ഉന്നയിക്കേണ്ടിയിരുന്നതും ഏറ്റവും അധികം ഉദ്ധരിക്കേണ്ടിയിരുന്നതും ഇസ്ലാമിന്റെ വിമർശകരാകുമായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഇസ്ലാമിന്റെ വിമർശകന്മാർ ആവർത്തിച്ച് പലതും ഇസ്ലാമിനെതിരെ ഉന്നയിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഇണകളുടെ, അദ്ദേഹത്തിൽ നിന്ന് ജീവിതത്തെ ഏറ്റുവാങ്ങിയ ആളുകളുടെ ഈ വിഷയത്തിലുള്ള ഒരു വിമർശനം പോലും ഉന്നയിക്കുവാൻ സാധ്യമല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വൈയക്തികമായ രംഗത്ത്. നമുക്കെല്ലാം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചിന്തിച്ചാൽ അറിയാവുന്നതാണ്. ഇത്രയധികം വലിയ ഒരു ഭാര്യാ സമൂഹത്തെ, അതും വ്യത്യസ്ത രൂപങ്ങളിലുള്ള, വ്യത്യസ്ത തലങ്ങളിലുള്ള, വ്യത്യസ്ത രീതികളിൽ സമൂഹത്തെ നോക്കിക്കാണുന്ന, വ്യത്യസ്ത ഗോത്രങ്ങളിലുള്ള, വ്യത്യസ്ത പ്രായങ്ങളിലുള്ള ആളുകളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരാൾക്ക് പോലും
തന്നോടൊരു അനീതി ചെയ്തു എന്ന് ഒരു വിമർശനമില്ലാത്ത രൂപത്തിൽ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിന്റെ രംഗത്തും മാതൃകാ പുരുഷനായി ലോകത്തിന് മാതൃക കാട്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമായി എന്നുള്ളത്. അവിടെയാണ് പ്രവാചക ജീവിതത്തിന്റെ പ്രസക്തിയും മാതൃകയും. ഒരിക്കലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പുഴുക്കുത്ത് ആരോപിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.